ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. വനിതാ സംവരണ ബിൽ ലോക്സഭയിൽ പരാജയപ്പെട്ടു. ഹോർമൂസ് കടലിടുക്ക് ചരക്ക് കപ്പലുകൾക്കായി പൂർണ്ണമായും തുറന്നു. ഇസ്രയേലും ലെബനനും തമ്മിലുള്ള 10 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വന്നു. പൊള്ളാച്ചി വാൽപ്പാറയ്ക്ക് സമീപം ടൂറിസ്റ്റ് വാൻ മറിഞ്ഞ് 9 പേർ മരിച്ചു. 6 പേർക്ക് ഗുരുതര പരിക്ക്. വാർത്തകൾ വിശദമായി. വനിതാ സംവരണ ബിൽ ലോക്സഭയിൽ പരാജയപ്പെട്ടു. വോട്ടെടുപ്പിൽ ബില്ലിന് 3/2 ഭൂരിപക്ഷം കിട്ടിയില്ല. ബില്ലിനെ അനുകൂലിച്ചത് 298 പേർ, എതിർത്തത് 230 പേർ. ഇന്നത്തെ നടപടികൾ പൂർത്തിയാക്കി ലോക്സഭ പിരിഞ്ഞു. സഭ വീണ്ടും നാളെ സമ്മേളിക്കും. ഹോർമൂസ് കടലിടുക്ക് ചരക്ക് കപ്പലുകൾക്കായി പൂർണ്ണമായും തുറന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമാണ് ഇക്കാര്യം അറിയിച്ചത്. ലെബനൻ ഇസ്രയേൽ തർക്കത്തിൽ ട്രംപിന്റെ മധ്യസ്ഥതയിൽ 10 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ ഈ നിർണായക നീക്കം. ആഴ്ചകളായി അടഞ്ഞുകിടന്ന ഹോർമൂസ് കടലിടുക്ക് തുറന്നതോടെ ആഗോള വിപണിയിൽ എണ്ണവില 11% ഇടിഞ്ഞു. ഇസ്രയേലും ലെബനനും തമ്മിലുള്ള 10 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ ഇന്ന് നിലവിൽ വന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔൺ, ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നിവരുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് വെടിനിർത്തൽ പ്രഖ്യാപനമുണ്ടായത്. എന്നാൽ വെടിനിർത്തൽ നിലവിൽ വന്നെങ്കിലും സംഘർഷാവസ്ഥ പൂർണ്ണമായും മാറിയിട്ടില്ല. ഇസ്രയേൽ ലെബനൻ വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഏത് നടപടിയെയും ഇന്ത്യ പിന്തുണയ്ക്കുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മേഖലയിലെ സംഘർഷങ്ങൾക്കിടയിലും അയൽ രാജ്യങ്ങൾക്ക് തടസ്സമില്ലാതെ ഇന്ധനം എത്തിക്കുന്നതിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം അറിയിച്ചു. പൊള്ളാച്ചിക്കടുത്തുള്ള വാൽപ്പാറയിൽ ടൂറിസ്റ്റ് വാൻ 800 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് മറിഞ്ഞ 9 പേർ മരിച്ചു. 6 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. വാൽപ്പാറയിൽ സന്ദർശനം നടത്തിയ ശേഷം ഇന്ന് വൈകുന്നേരം പൊള്ളാച്ചി വഴി കേരളത്തിലേക്ക് വാനിൽ മടങ്ങുകയായിരുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ടൂറിസ്റ്റ് വാനിലുണ്ടായിരുന്നത് മലപ്പുറത്തെ ഒരു സ്വകാര്യ സ്കൂളിലെ അധ്യാപകരാണെന്നാണ് പ്രാഥമിക വിവരം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദേശീയ ദന്തൽ കമ്മീഷൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനോട് റിപ്പോർട്ട് തേടി. അതേസമയം സംഭവത്തിൽ കുറ്റാരോപിതനായ ഡോക്ടർ റാമും ഡോക്ടർ സംഗീത നമ്പ്യാരും തലശ്ശേരി സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. വിഷു പൂജകൾ പൂർത്തിയാക്കി ശബരിമല അയ്യപ്പക്ഷേത്ര നട നാളെ അടയ്ക്കും. ഇന്ന് വൈകിട്ട് സഹസ്രകല പൂജ നടന്നു. ഇന്ത്യയിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് നാളെ തുടക്കമാകും. ആദ്യ സംഘം നാളെ സൗദി അറേബ്യയിലേക്ക് തിരിക്കും. രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നായി 1,75,000-ത്തിലധികം തീർത്ഥാടകരാണ് ഇത്തവണ ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രിയൻ ചാൻസലർ ഡോക്ടർ ക്രിസ്റ്റ്യൻ സ്റ്റോക്കറും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണാപത്രങ്ങളും കരാറുകളും ഒപ്പുവച്ചു. തമിഴ്നാട്ടിലെ കൽപ്പാക്കത്ത് പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ പ്രവർത്തന സജ്ജമായതിനെ ലോക്സഭ പ്രകീർത്തിച്ചു. ഇന്ത്യയുടെ ശാസ്ത്ര പുരോഗതിയുടെയും സാങ്കേതിക സ്വയം പര്യാപ്തതയുടെയും ഉജ്ജ്വലമായ അടയാളമാണിതെന്ന് സ്പീക്കർ ഓം ബിർള സഭയിൽ പറഞ്ഞു. രാജ്യത്ത് ഇന്ധനക്ഷാമം ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പെട്രോളിയം മന്ത്രാലയം. പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ മതിയായ ശേഖരം രാജ്യത്തുള്ളതായും റിഫൈനറികൾ തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നതായും മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെവിടെയും ഗ്യാസ് ഏജൻസികളിൽ സ്റ്റോക്ക് തീരുന്ന സാഹചര്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വാണിജ്യ മേഖലയിലെ വിതരണം 70% പുനഃസ്ഥാപിച്ചു. 4.68 ലക്ഷം പുതിയ PNG കണക്ഷനുകൾ നൽകിയതായും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. घरेलू LPG के संबंध में किसी डिस्ट्रीब्यूटर पर कोई ड्राई आउट रिपोर्टेड नहीं है. कल भी हमने लगभग 50 लाख से अधिक घरों में LPG का सिलेंडर पहुंचाया है. हमारा ऑनलाइन बुकिंग 98% है और डिलीवरी ऑथेंटिकेशन कोड के साथ डिलीवरी लगभग 93% है. कमर्शियल LPG भी 70% तक रेस्टोर्ड है और कल लगभग 8,200 टन कमर्शियल LPG की भी सेल हुई है.
കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഞായറാഴ്ച വരെ 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ഉഷ്ണതരംഗത്തിന് സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഈ ജില്ലകളിൽ താപനില 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്ത് കനത്ത ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ്. പ്രധാന ആശുപത്രികളിൽ പ്രത്യേക ഹീറ്റ് സ്ട്രോക്ക് ക്ലിനിക്കുകൾ ആരംഭിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. രാത്രി 9:30 ഡർബനിലാണ് മത്സരം. 5 കളികളാണ് പരമ്പരയിലുള്ളത്. ഇന്നു മുതൽ ഈ മാസം 27 വരെയാണ് മത്സരം. വയനാട് കൽപ്പറ്റ ടൌൺഷിപ്പിലെ വീടിന് വിള്ളൽ എന്ന് പരാതി. മുണ്ടക്കൈ സ്വദേശി നൌഫലിന് ലഭിച്ച വീടിനാണ് വിള്ളൽ കണ്ടെത്തിയത്. സോൺ 1-ലെ 8-ാം നമ്പർ വീട്ടിലാണ് നേരിയ തോതിൽ വിള്ളൽ കണ്ടെത്തിയത്. അതേസമയം ആശങ്ക വേണ്ടെന്ന് ഊരാളുങ്കൽ സിഇഒ അരുൺ ബാബു അറിയിച്ചു. കോട്ടയം തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ തിങ്കളാഴ്ച മുതൽ ഘട്ടം ഘട്ടമായി തുറക്കുന്നതിന് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ഉത്തരവായി. ഷട്ടറുകൾ തുറക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് ആലപ്പുഴ ഇറിഗേഷൻ മെക്കാനിക്കൽ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തി. പാലക്കാട് IITയിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ് എന്ന പേരിൽ പുതിയ കോഴ്സ് ആരംഭിച്ചു. ഊർജ്ജം, ബഹിരാകാശം, പ്രതിരോധം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ അഡ്വാൻസ്ഡ് മെറ്റീരിയലുകൾക്ക് നിലവിലുള്ള സാധ്യത മുൻനിർത്തിയാണ് കോഴ്സ് ആരംഭിച്ചിരിക്കുന്നത്. കാലടി ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നടക്കുന്ന ശങ്കര ജയന്തി ദിനാഘോഷങ്ങൾ ഈ മാസം 21 രാവിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. സർവകലാശാല അന്ന് നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. ഇന്ത്യയിലെ ടൂറിസം സാധ്യതകളും സാംസ്കാരിക വൈവിധ്യങ്ങളും പരിചയപ്പെടുത്തുന്ന പുസ്തകം ദിവ്യ ഭാരത് നിതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ബെറി ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, കലകൾ, പാചകരീതികൾ, കരകൌശല വസ്തുക്കൾ എന്നിവ ഉൾക്കൊള്ളുന്ന സമഗ്രമായ ഒരു യാത്രാ സഹായിയാണിത്. 2027 സെൻസസിന്റെ ആദ്യഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും ഭവന സെൻസസും വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇന്ന് ആരംഭിച്ചു. ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ഗോവ, കർണാടക, മിസോറാം, ഒഡീഷ, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലും ഡൽഹിയിലെ NDMC കന്റോൺമെന്റ് ബോർഡ് പരിധികളിലുമാണ് ഇന്ന് സെൻസസ് പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ഈ മാസം 24 വരെ ജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി ആപ്പിലൂടെയോ MyGov ഓപ്പൺ ഫോറം വഴിയോ ആണ് നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കേണ്ടത്. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ കൈമാറുന്നത് സംബന്ധിച്ച അപേക്ഷ നിയമപരമായ നടപടിക്രമങ്ങളുടെ ഭാഗമായി പരിശോധിച്ചു വരികയാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ബംഗ്ലാദേശിലെ പുതിയ സർക്കാരുമായി ക്രിയാത്മകമായി സഹകരിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പിടികിട്ട പുള്ളി നീരവ് മോദിയെ ഇന്ത്യയിലെത്തിക്കാൻ UK അധികൃതരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും മറ്റൊരു ചോദ്യത്തിനു മറുപടിയായി അദ്ദേഹം പറഞ്ഞു. രാജ്യസഭാ ഉപാധ്യക്ഷനായി നോമിനേറ്റഡ് അംഗം ഹരിവംശനെ 3ാം തവണയും തെരഞ്ഞെടുത്തു. ഇതു സംബന്ധിച്ച പ്രമേയം കേന്ദ്രമന്ത്രി JP നഡ്ഡയാണ് അവതരിപ്പിച്ചത്. പക്വതയോടെ സഭാ നടപടികൾ നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് ഹരിവംശെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ വിദേശ നാണ്യശേഖരത്തിൽ വൻ വർധന. ഏപ്രിൽ 10 അവസാനിച്ച വാരത്തിൽ രാജ്യത്തിന്റെ കരുതൽ ശേഖരം $380 കോടി വർദ്ധിച്ച് $700 ബില്യൺ പിന്നിട്ടു. രാജ്യത്തിന്റെ സ്വർണ്ണ ശേഖരത്തിൽ $60 കോടി വർധനവുണ്ടായതായും RBI അറിയിച്ചു. സ്റ്റാർട്ടപ്പ് രംഗത്ത് ഇന്ത്യ റെക്കോർഡ് നേട്ടം കൈവരിച്ചതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന വളർച്ചയാണ് 2025-26 സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയത്. ഈ കാലയളവിൽ മാത്രം സർക്കാർ 55,000-ത്തിലധികം പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് അംഗീകാരം നൽകിയതായി മന്ത്രാലയം അറിയിച്ചു. ഇതോടെ മാർച്ച് 31 കണക്കനുസരിച്ച് രാജ്യത്തെ അംഗീകൃത സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 2,23,000 കടന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും പ്രചാരണം ഊർജിതം. ഇരു സംസ്ഥാനങ്ങളിലും ഈ മാസം 23 വോട്ടെടുപ്പ്. 2 ഘട്ടമായി വോട്ടെടുപ്പ് നടക്കുന്ന പശ്ചിമബംഗാളിൽ ആദ്യഘട്ടത്തിൽ 152 മണ്ഡലങ്ങളിലാണ് വിധിയെഴുതുന്നത്. 2ാം ഘട്ട പോളിംഗ് ഈ മാസം 29 നടക്കും. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി, മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും BJP നേതാവുമായ ദേവേന്ദ്ര ഫട്നാവിസ് തുടങ്ങിയവർ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. വനിതാ സംവരണ ബിൽ ലോക്സഭയിൽ പരാജയപ്പെട്ടു. ഹോർമൂസ് കടലിടുക്ക് ചരക്ക് കപ്പലുകൾക്കായി പൂർണ്ണമായും തുറന്നു. ഇസ്രയേലും ലബനനും തമ്മിലുള്ള 10 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വന്നു. പൊള്ളാച്ചി വാൽപ്പാറയ്ക്ക് സമീപം ടൂറിസ്റ്റ് വാൻ മറിഞ്ഞ് 9 പേർ മരിച്ചു. 6 പേർക്ക് ഗുരുതര പരിക്ക്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.